Hi, today we are discussing about Lorenz curve and Gini'S coefficient. But before that, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച പാരേറ്റോ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് പാരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ ആണ് കാണിച്ചത്. ഇറ്റ്സ് ദ ഗ്രാഫ് ഓഫ് പാരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ. We know that Pareto distribution is a power law probability distribution. Pareto distribution is basically on 80-20 rule. That means 80% of the results come from 20% of the causes. This rule was observed by Vilfredo Pareto in 1906, who noticed that 80% of the land in Italy was owned by only 20% of the people. ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിലെ ഗ്രീൻ ലൈൻസ് കാണിക്കുന്നത് only 20% have the 80% of the output. 20% of income has inputs has 80% of outputs, and the rest 20% is distributed among the rest 80% inputs. That means that output is caused by this only 20%. 80% of our output is caused by only 20% of input. The graph is a power law. Rule of thumb is also emerged as a result of this. That means focus on 20% of causes to improve 80% of the results. നമുക്കറിയാം പാരേറ്റോ ഡിസ്ട്രിബ്യൂഷനിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ഈസ് എക്സം, ദാറ്റ് ഈസ് സ്കെയിൽ പാരാമീറ്റർ, ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ mu. And second is alpha, that is shape parameter, that can be represented by sigma. And ഓരോ ആൽഫയുടെ വാല്യൂസിന് അനുസരിച്ചുള്ള പാരേറ്റോ ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും. ആൽഫ ഈക്വൽ ടു 1 ഇവിടുത്തെ ഗ്രീൻ ഗ്രാഫാണ്. ആൽഫ ഗ്രീൻ കർവാണ് ആൽഫ ഈക്വൽ ടു 1 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ആൽഫ ഈക്വൽ ടു 2 ആവുമ്പോൾ അതൊന്നും കൂടി സ്റ്റീപ്പ് ആവുകയാണ് ആ ഗ്രാഫ്. അതുപോലെ ആൽഫ ഈക്വൽ ടു 3 ആവുമ്പോൾ ഒന്നും കൂടി സ്റ്റീപ്പായി. ആൻഡ് ആൽഫ ഈക്വൽ ടു ഇൻഫിനിറ്റി അത് ആക്സിസിൻ്റെ അവിടേക്ക് വരുന്നു. ഇറ്റ് ഈസ് വൈ ആക്സിസിന് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അതായത് സ്റ്റീപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ പാരേറ്റോ ഗ്രാഫിൻ്റെ പ്രത്യേകത. ദാറ്റ് മീൻസ് ഏറ്റവും അവസാനം all the outputs are caused by one input എന്നുള്ളൊരു സ്ഥിതിക്ക് വരും as alpha increases. അടുത്തത് illustration of log normal distribution ആണ്. ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, എക്സ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ ലോഗ് എക്സ് എന്നുള്ളത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇപ്പോൾ ഒറിജിനൽ ഡാറ്റയിൽ ഇപ്പോൾ വേരിയബിൾസ് x1 x2 എക്സെട്ര xn അങ്ങനെയാണ് വേരിയബിൾസ് എങ്കിൽ ദെൻ ലോഗ് x1 ലോഗ് x2 എക്സെട്ര ലോഗ് xn നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. പിന്നെ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ എക്സ് വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ്. ആൻഡ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഗ്രാഫാണ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് ആസ് കമ്പയർഡ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെങ്കിൽ log normal distribution positively skewed graph ആയിരിക്കും. And it is also examples of income of people can be represented as this
can follow this log normal distribution. Log normal distribution രണ്ട് പാരാമീറ്റേഴ്സ് വന്നുകൊണ്ട് മ്യൂവും സിഗ്മയും ആൻഡ് ഇത് ഡിഫറെൻറ്റ് സിഗ്മയിൽ വരുന്ന ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഈസ് സിഗ്മ 1 ആവുമ്പോൾ it is more positively skewed, and as the standard deviation is decreasing, that is standard deviation 0.5 ആവുമ്പോൾ ഒന്നുകൂടി ആ ഗ്രാഫിന് വ്യത്യാസം വരുന്നുണ്ട്, ഒന്നുകൂടി അത് ലെഫ്റ്റിലേക്ക് നീങ്ങുന്നുണ്ട് ആ ഗ്രാഫ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.24 ആവുമ്പോൾ ഒന്നും കൂടി നീങ്ങുന്നുണ്ട്. മീൻസ് it is going towards normal distribution. Lorenz curve. It is a graphical method of studying dispersion. നേരത്തെ നമ്മൾ Lorenz curve is a graphical method of studying dispersion. Theoretical method of studying dispersion അല്ലെങ്കിൽ income inequality ആണ് Pareto distribution. This Lorenz curve was devised by Maxwell Lorenz. He derived this graph to measure the distribution of wealth and income. This method is commonly used to show the degree of inequality in income and wealth, and make comparisons between the distribution of income at different times. ഓരോ കൺട്രിയിലത്തെ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ലോറൻസ് കർവ് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ലോറൻസ് കർവ് ഇസ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവാണ്. ഇൻ ദിസ് കർവ് cumulative percentage of frequencies are combined with the cumulative percentage of variables. That means Lorenz curve അതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ആയി എടുക്കുന്നത്. എക്സ് ആക്സിസിൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഫ്രീക്വൻസീസും വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വേരിയബിൾസ്. ദാറ്റ് മീൻസ് അത് ഇൻകം ആവാം വെൽത്ത് ആവാം, ഏത് വേരിയബിളാണോ ആ വേരിയബിളിൻ്റെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസോ നമ്പർ ഓഫ് കൺട്രീസോ നമ്പർ ഓഫ് റീജിയൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അതിൻ്റെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജസ് ആണ് നമ്മൾ എക്സ് വൈ ആക്സിസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലോറൻസ് കർവിൻ്റെ ഗ്രാഫ്. ഇതിൽ നമ്മൾ കാണുന്ന ഈ റെഡ് ലൈനാണ് ലോറൻസ് കർവ്. ഇതിൻ്റെ എക്സ് ആക്സിസ് വരുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി. ഹിയർ ഫ്രീക്വൻസി ഈസ് പോപ്പുലേഷൻ. പിന്നെ വൈ ആക്സിസ് വരുന്നത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകാണ്, ദാറ്റ് ഈസ് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഇൻകാണ്. സോ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം വാല്യൂസ്. നെക്സ്റ്റ് ദ ബ്ലൂ ലൈൻ എന്ന് പറയുന്നതാണ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ദാറ്റ് മീൻസ് ഇപ്പോൾ എക്സ് ആൻഡ് വൈ ആക്സിസ് വാല്യൂസ് ആർ ഈക്വൽ ആണെങ്കിൽ, എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള രീതിയിലാണ് നമ്മുടെ വാല്യൂസ് വരണമെങ്കിൽ നമ്മുടെ ലോറൻസ് കർവ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഇക്വാലിറ്റി തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ എക്സ് ആക്സിസ് ദാറ്റ് ഈസ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനിൽ 20% ആണെങ്കിൽ ഇൻകത്തിൽ 20% ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. That means 20% of population, 20% of income is distributed. Next, ഇപ്പോൾ 40% of population എടുക്കുകയാണെങ്കിൽ 40% of income തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. Equally distributed. Income is equally distributed among the population. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതാണ് നമ്മൾ ലൈൻ ഓഫ് ഇക്വാലിറ്റി തന്നെയായിരിക്കും നമ്മുടെ ലോറൻസ് കർവ്. പക്ഷെ അതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. ആ ഐഡിയൽ കേസിൽ നിന്ന് ഏതൊരു ഡീവിയേഷനെ നമ്മളതിനെ ഇനീക്വാളിറ്റിക്കുള്ള ഡീവിയേഷനായിട്ട് പറയാം, ഡിസ്പാരിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ആൻഡ് ഹിയർ
സ്കെയിൽസ് എന്ന് പറയുന്നത് 0 to 100 ആയിരിക്കും എക്സ് ആക്സിലും വൈ ആക്സിസും സ്കെയിൽസ്. നെക്സ്റ്റ്, ഹൗ ഇറ്റ് വർക്ക്സ്. This curve is studied with respect to its distance from line of equality. നമ്മൾ ഈ ലോറൻസ് കർവിനെ സ്റ്റഡി ചെയ്യുന്നത് ലൈൻ ഓഫ് ഇക്വാലിറ്റി വെച്ചിട്ടാണ്. ലൈൻ ഓഫ് ഇക്വാലിറ്റിന്ന് എന്തോരം ലോറൻസ് കർവ് ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടെന്ന് റെഫറൻസ് വെച്ചിട്ടാണ്. ലോറൻസ് കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റി എന്നുള്ള റെഫറൻസ് വെച്ചിട്ടാണ് ലോറൻസ് കർവിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ലൈൻ ഓഫ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് 45 ഡിഗ്രിയിലുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. റെപ്രസെൻറ്റീവ് സിറ്റുവേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പെർഫെക്റ്റ്ലി ഹോമോജീനിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് ലൈൻ ഓഫ് ഇക്വാലിറ്റി എന്നുള്ള ആ ലൈൻ വരുന്നത്. So any deviation from this ideal case shows the presence of disparity in distribution. As the curve deviates more and more from the line of equality, more dispersion is indicated. ഈ ലൈൻ ഓഫ് ഇക്വാലിറ്റിന്ന് എന്തോരം ഡീവിയേറ്റ് ചെയ്താണോ ലോറൻസ് കർവ് കിടക്കണേ അതിനനുസരിച്ച് ഡിസ്പേർഷൻ കൂടുതലായിട്ട് കാണിക്കാം. ദാറ്റ് ഈസ് ഇൻഇക്വാളിറ്റി അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ഈ ഗ്രാഫിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഈക്വൽ വെൽത്ത് ആയിരിക്കും ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ വരുന്നതാണെങ്കിൽ, ആൻഡ് ആസ് ഇറ്റ് ഡീവിയേറ്റ് ഫ്രം ദി ലൈൻ ഓഫ് ഇക്വാലിറ്റി we can say that unequal wealths are coming. Here cumulative share of people from lowest to highest income ആണ് x axis, cumulative share of income earned ആണ് x axis കൊടുക്കുന്നത്. താഴെ frequency of people ആണ് ആൻഡ് മുകളിൽ income ആണ്. This means y axis എന്ന് പറയുന്നത് income ആണ്. So as the കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റിന്ന് ഡീവിയേറ്റ് ചെയ്ത് വരുന്നതോറും ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻകം എമംഗ് ദിസ് പീപ്പിൾ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അൺഈക്വൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. മോർ ഇൻഇക്വാലിറ്റി അതിൽ കടന്നു വരും ആസ് ദ ലോറൻസ് കർവ് ഡീവിയേറ്റ്സ് ഫ്രം ദി ലൈൻ ഓഫ് ഇക്വാലിറ്റി. നെക്സ്റ്റ് നമുക്ക് ലോറൻസ് കർവ് വരയ്ക്കാനുള്ള steps നോക്കാം. First is find the cumulative value of size of items, that is variable values as well as frequencies. First നമുക്ക് തന്നെയാണ് വേരിയബിൾ വാല്യൂസിൻ്റെയും അതുപോലെ തന്നെ ഫ്രീക്വൻസി ചിലപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് ആയിരിക്കാം, നമ്പർ ഓഫ് കൺട്രീസ് ആയിരിക്കാം, നമ്പർ ഓഫ് റീജിയൻസ് ആയിരിക്കാം, അങ്ങനെ എന്തും വരാം. അതിൻ്റെ ക്യുമുലേറ്റീവ് വാല്യൂസ്. അതുപോലെ തന്നെ വേരിയബിൾസ് മേ ബി ഇൻകം ആവാം, വെൽത്ത് ആവാം, അല്ലെങ്കിൽ അതുപോലെ വേറെ വല്ലതും ഒക്കെ ആവാം. വേരിയബിൾസ് എന്താണ് പറഞ്ഞത് അതിൻ്റെയും ആ വാല്യൂസ് അതിൻ്റെയും ക്യുമുലേറ്റീവ് വാല്യൂസ് എടുക്കണം. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എക്സ്പ്രസ് ദിസ് ക്യുമുലേറ്റീവ് വാല്യൂസ് ആസ് പെർസെൻറ്റേജസ് ബൈ ടേക്കിംഗ് ദി ഗ്രാൻഡ് ടോട്ടൽ ഫോർ ഈച്ച് ആസ് 100. ആ ക്യുമുലേറ്റീവ് വാല്യൂസിന് കിട്ടിയതിന് വെച്ച് നമ്മൾ അതിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുക. അങ്ങനെ ഒരു പെർസെൻറ്റേജ് വാല്യൂ ആക്കി മാറ്റാം. അതുപോലെ തന്നെ ഫ്രീക്വൻസിനെയും ചെയ്യാം. റെപ്രസെൻറ്റ് ദ പെർസെൻറ്റേജസ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഓൺ ദ എക്സ് ആക്സിസ് സ്റ്റാർട്ടിംഗ് ദ സ്കെയിൽ ഫ്രം 0 to 100. Next is represent the percentage of cumulative values of variables on the y axis starting the scale from 0 to 100. ഈ രണ്ട് വാല്യൂസും എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ഈസ് ഡ്രോ എ ഡയഗണൽ ലൈൻ ഓഫ് ഡിഗ്രി 45 ത്രൂ എക്സ് ഈക്വൽ ടു 0. ദിസ് ഇസ് കോൾഡ് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ലോറൻസ് കർവ് വരയ്ക്കണമെങ്കിൽ മുമ്പ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് 45 ഡിഗ്രിയിൽ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന നമുക്ക് ലൈൻ ഓഫ് ഇക്വാലിറ്റി കിട്ടും. Next is plot the percentage of cumulative values of the variables against the percentage of corresponding cumulative frequencies and join these points with a smooth curve to obtain the Lorenz curve for the given distribution. പിന്നെ നമുക്ക് കിട്ടിയ വാല്യൂസ് വെച്ച് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. എക്സാമ്പിൾ ഇവിടെ ഒരു ഇൻകം തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് എ തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് ബി തന്നിട്ടുണ്ട്.
നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പയർ ദ ഇൻകം ഇൻഇക്വാളിറ്റി ഓഫ് ടു ഗ്രൂപ്പ്സ് ബൈ യൂസിങ് ലോറൻസ് കർവ്. ഇതിൻ്റെ ഇൻകം ഇൻഇക്വാളിറ്റി കമ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നെയാണത്. സോ നമ്മളിതിൽ ആദ്യം ചെയ്യേണ്ടത് ഇൻകം നമുക്ക് തന്നേണ വാല്യൂസ് എഴുതാം, ഇൻകം എഴുതാം. നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് എയിൽ നമ്പർ ഓഫ് പേഴ്സൺസ് എഴുതി, അതുപോലെ ഗ്രൂപ്പ് ബിയിൽ നമ്പർ ഓഫ് പേഴ്സൺസ് എഴുതി. നെക്സ്റ്റ് ഇസ് ക്യുമുലേറ്റീവ് ഇൻകം കണ്ടെത്താം. ക്യുമുലേറ്റീവ് ഇൻകം മീൻസ് നമ്മൾ ഫസ്റ്റ് സമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇൻകം അതുപോലെ തന്നെ എഴുതാം. ഫസ്റ്റ് ഇൻകം ഇവിടെ 1000 ആണ് വന്നത്, അവിടെ 1000 തന്നെ എഴുതി. നെക്സ്റ്റ് 1200 ആണ്. അപ്പം 1000 പ്ലസ് 1200 ചെയ്യുക, ദാറ്റ് മീൻസ് 2200. നെക്സ്റ്റ് നമുക്ക് വന്നത് 1400 ആണ്. സോ അത് കിട്ടാനായിട്ട് നമ്മൾ 1000 പ്ലസ് 1200 പ്ലസ് 1400 ദാറ്റ് ഈസ് 3600. നെക്സ്റ്റ് ഈസ് 1600 ആണ്. അപ്പോൾ 3600 പ്ലസ് 1600 5200 ആൻഡ് 2000 പ്ലസ് 5200 is 7200 ആൻഡ് 7200 പ്ലസ് 2800 is 10,000. അങ്ങനെ നമുക്ക് ക്യുമുലേറ്റീവ് വാല്യൂസ് കിട്ടി ഇൻകത്തിൻ്റെ. അതുപോലെ ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെയും ക്യുമുലേറ്റീവ് വാല്യൂസ് കണ്ടെത്താം. നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബിയിലത്തെയും ക്യുമുലേറ്റീവ് വാല്യൂസ് കണ്ടെത്താം. ഇതിൽ കാണുമ്പോൾ ഫസ്റ്റ് 600 എന്നുള്ള വാല്യൂ അതുപോലെ തന്നെ എഴുതി. പിന്നെ 600 പ്ലസ് 800 ദാറ്റ് ഈസ് 1400. Then 1400 plus 1200 that is 2600. Then 2600 plus 900 that is 3500. As it goes നമുക്ക് 5000 വരെ കിട്ടും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലുള്ള നമ്പർ ഓഫ് പേഴ്സൻ്റെ ക്യുമുലേറ്റീവ് വാല്യൂസ് എഴുതാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇവിടെ 1500 ആണ്, അത് 1500 തന്നെ എഴുതി. പിന്നെ ആഡ് ചെയ്ത് പോവുക. 1500 plus 1000 that is 2500. As it goes we get 5000 as total. So ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പേഴ്സൻറ്റേജ്, ഈ ക്യുമുലേറ്റീവ് വാല്യൂസിൻ്റെ പേഴ്സൻറ്റേജ് കാണണം. ദാറ്റ് ഈസ് ഇൻകത്തിലും ഈ രണ്ട് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് പേഴ്സൺസിലും. സോ നമ്മൾ പേഴ്സൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഇൻകം കാണാനായിട്ട് ഫസ്റ്റ് ഇവിടെ വാല്യൂ വന്നിരുന്നത് 1000 ആണ്. ആൻഡ് ക്യുമുലേറ്റീവ് ഇൻകത്തിൻ്റെ ടോട്ടലാണ് ദിസ് 10,000. സോ 1000 പെർസെൻറ്റേജ് കാണാനായിട്ട് ദാറ്റ് വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ആണ്. സോ 1000 ബൈ 10,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 10 കിട്ടും. നെക്സ്റ്റ് വാല്യൂടെ 2200 ആണ് കിടക്കുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പെർസെൻറ്റേജ് എന്ത് വരും? 2200 ഡിവൈഡഡ് ബൈ 10,000 into 100 that is 22. Next is 3600 divided by 10,000 into 100 that is 36. 5200 divided by 10,000 into 100 that is 52. As it goes we get these values 7200. And next is group A number of cumulative number of persons അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 600 ആണ്. ആൻഡ് ദ ടോട്ടൽ വാല്യൂസ് 5000 ആണ്. സോ 600 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100 ദാറ്റ് ഈസ് 12. നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1400 ആണ്. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100 അത് 28 ആണ്. പിന്നെ 2600 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100 ദാറ്റ് ഈസ് 52 ആണ്. ആസ് ഇറ്റ് ഗോസ് വി ഗെറ്റ് up to 100. സോ പിന്നെ നമ്മൾ ഗ്രൂപ്പ് ബിയുടെയും അതുപോലെ തന്നെ കണ്ടെത്താം. ക്യുമുലേറ്റീവ് വാല്യൂസ് നമ്പർ ഓഫ് പേഴ്സൺസിനെ പെർസെൻറ്റേജ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ 1500 ആണ്. ആൻഡ് ദ ടോട്ടൽ വാല്യൂസ് 5000 ദാറ്റ് ഈസ് 1500 ഡിവൈഡഡ് ബൈ 5000 ഇൻറ്റു 100 ദാറ്റ് ഈസ് 30. ആസ് ഇറ്റ് ഗോസ് വി ഗെറ്റ് ദിസ് വാല്യൂസ് 30, 50, 68, 90, 96 ആൻഡ് 100. ഈ പെർസെൻറ്റേജ് വാല്യൂസ് എപ്പോഴും 0 to 100 ആയിരിക്കും.
സോ നെക്സ്റ്റ് നമ്മുടെ ഈ 3 കള്ളി വെച്ച് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുക, അതായത് ലോറൻസ് കർവ് വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇൻകം, സോ നമ്മൾ ഈ പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഇൻകം ആണ് നമ്മൾ y ആക്സിസ് ആയി എടുക്കേണ്ടത്. ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് പേഴ്സൺസ്, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതാണ് ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺസ് ആയിട്ട് തന്നുണ്ട്. അത് ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലും ഈ 2 കള്ളികൾ പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി, അതാണ് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കേണ്ട വാല്യൂസ്. 2 സ്ഥലത്തും നമ്മൾ എടുക്കേണ്ടത് 0 to 100 എന്നുള്ള വാല്യൂസ് ആണ്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിംഗ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിലെ ഗ്രീൻ ലൈനാണ് നമ്മുടെ ലൈൻ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ദിസ് ഡാർക്ക് ബ്ലൂ ലൈനാണ് ഗ്രൂപ്പ് എയുടെ ലോറൻസ് കർവ് ആൻഡ് ദിസ് ലൈറ്റ് ബ്ലൂ ഈസ് ഗ്രൂപ്പ് ബിയുടെ ലോറൻസ് കർവ്. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആസ് ദ ലോറൻസ് കർവ് ഡീവിയേറ്റ് ഫ്രം ദ ലൈൻ ഓഫ് ഇക്വാലിറ്റി ദ ഇൻഇക്വാലിറ്റി, ഇൻകം ഇൻഇക്വാലിറ്റി അതിനനുസരിച്ച് കൂടി വരും. സോ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടണ റിസൾട്ട് എന്ന് വെച്ചാൽ ഇൻകം ഇൻഇക്വാലിറ്റി ഓഫ് ഗ്രൂപ്പ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രൂപ്പ് എ. കാരണം ഗ്രൂപ്പ് ബിയുടെ ഗ്രാഫാണ് ഒന്നും കൂടി ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഏത് ലൈൻ ഓഫ് ഇക്വാലിറ്റിന്നും ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നത് ഗ്രൂപ്പ് ബിയുടെ ഗ്രാഫാണ്. സോ we say that income inequality of group B is greater than group A. Next നമ്മൾ യൂസസ് ഓഫ് ലോറൻസ് കർവിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ലോറൻസ് കർവ് ക്യാൻ ബി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കലി. ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ലോറൻസ് കർവ് യൂസ് ചെയ്യാം. And the main function of Lorenz curve, it can be used to compare distribution of 2 or more distribution. രണ്ടോ അതിലധികമുള്ള ഡിസ്ട്രിബ്യൂഷനെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ലോറൻസ് കർവിനെ ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും നേരം നമ്മൾ പഠിച്ചത്, നേരത്തെ എക്സാമ്പിൾ കണ്ടതുമാണ്. ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കണ്ടെത്താനായിട്ട് ലോറൻസ് കർവ് ഉപയോഗിക്കാം. If x percentage of income shared by y percentage of people ആണ്, and if x equal to y ആണെങ്കിൽ പെർഫെക്റ്റ് ഹാർമണി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് x equal to y ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലൈൻ ഓഫ് ഇക്വാലിറ്റി തന്നെയായിരിക്കും നമ്മുടെ ലോറൻസ് കർവ്. സോ അതിൽ പെർഫെക്റ്റ് ഹാർമണി ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ പെർഫെക്റ്റ് ഹാർമണി ആയിരിക്കും. ഇപ്പം എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഇൻഇക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദ ലൈൻ എക്സ് ഈക്വൽ ടു വൈ ഈസ് ദി ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത്രയാണ് നമ്മൾ ലോറൻസ് കർവിനെ കുറിച്ച് പഠിക്കുന്നത്. നെക്സ്റ്റ്, വി ക്യാൻ സേ ദാറ്റ് ഇൻകം ഇൻഇക്വാലിറ്റിയുടെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ലോറൻസ് കർവിനെ പഠിക്കും. അതിലൊരു മെഷർമെൻറ്റ്സ് ഒന്നും പറയണില്ല, നമ്മൾ ഗ്രാഫിക്കലി മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇൻകം ഇൻഇക്വാലിറ്റീനെ ഗ്രാഫിക്കലി നമുക്ക് മനസ്സിലാക്കി തന്നെ. സോ അതിന് നമ്മൾ വിഷ്വൽ ഇൻഡിക്കേറ്റർ എന്ന് പറയും ലോറൻസ് കർവിനെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണ കാര്യം ഗിനീസ് കോഎഫിഷ്യന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റർ, ഇറ്റ്സ് എ മെഷർ ഓഫ് ലോറൻസ് കർവ്. സോ നമുക്കതിനെ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയാം. Next, Gini'S coefficient. Gini'S coefficient or Gini index is a measure of statistical dispersion intended to represent the income or wealth distribution of a nation's residents and is the most commonly used measure of inequality. Statistical dispersion represent ചെയ്യാനായിട്ട്, അതിനൊരു മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ Gini'S coefficient ഒക്കെ ഉപയോഗിക്കുന്നത്. മെയിൻലി ഫോർ റെപ്രസെൻറ്റ് ഇൻകം ഓർ വെൽത്തിലുള്ള ഇൻഇക്വാലിറ്റി, ഇൻകത്തിലോ വെൽത്തിലുള്ള ഇൻഇക്വാലിറ്റി ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആൻഡ് സോഷ്യോളജിസ്റ്റ്
Corrado Gini, and it was published in 1912. നമുക്ക് വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിനീസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ലോറൻസ് കർവിൻ്റെ ഒരു മെഷറാണ്. ലോറൻസ് കർവിൻ്റെ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ ഒരു മെഷർ. That is, it is a measure of deviation of the Lorenz curve from line of equal distribution. Specifically, Gini'S coefficient is the area between Lorenz curve and equalitarian line. Equalitarian line means line of equality. അത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ വരച്ച ലോറൻസ് കർവിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ദിസ് ഇസ് ലൈൻ ഓഫ് ഇക്വാലിറ്റി and this is Lorenz curve. So A എന്ന് പറയുന്ന സെക്ഷൻ ലൈൻ ഓഫ് ഇക്വാലിറ്റിയുടെയും ലോറൻസ് കർവിൻ്റെയും ഇടയിലുള്ള ഏരിയയാണ്. ആൻഡ് ബി എന്ന് പറയുന്നത് ലോറൻസ് കർവിൻ്റെ ബിനീത്തിലുള്ള ഏരിയനെയാണ് ബി എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ജിനീസ് കോഎഫിഷ്യൻറ്റിന് കണ്ടെത്താനായിട്ട് this area of A divided by area of A plus area of B അതാണ് നമ്മുടെ ജിനീസ് കോഎഫിഷ്യന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. That means Gini'S coefficient is the ratio between area between the line of equality and the Lorenz curve divided by line of ഇക്വാലിറ്റിയുടെ ബിനീത്തിലുള്ള ഏരിയ, ദാറ്റ് ഈസ് എ പ്ലസ് ബി. വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് Gini'S coefficient can be represented by 1 minus sum. The value of Gini'S coefficient varies between 0 and 1 normally. So നമ്മൾ നേരത്തെ പറഞ്ഞു വാല്യൂ ഓഫ് Gini'S coefficient is from 0 to 1. It is normally from 0 to 1. So Gini'S coefficient വാല്യൂ 0 എന്ന് പറയുന്നത് that means a perfect equality ആണ് ഉദ്ദേശിക്കുന്നത്. That means the Lorenz curve is the line of equality and we get a perfect equality ആണ് ഫസ്റ്റ് പിക്ചർ കാണിക്കുന്നത്. സെക്കൻഡ് പിക്ചർ കാണിക്കുന്നത് അൺഈക്വൽ ആണ്. Gini'S coefficient ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് G2 ദെൻ മോർ അൺഈക്വൽ ആയിട്ട് കാണിക്കും. ആൻഡ് ഇഫ് Gini'S coefficient നാലാമത്തെ പിക്ചറിൽ കാണിച്ചത് പോലെ ഈ ഷേപ്പിൽ ലോറൻസ് കർവ് നാലാമത്തെ പിക്ചറിൽ കാണിച്ചത് പോലെ ഈ ഷേപ്പിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ Gini'S coefficient അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ ഇൻഇക്വാളിറ്റി, പെർഫെക്റ്റ് ഇൻഇക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. സോ ഇവിടെ എഴുതിയ പോലെ Gini'S coefficient ഓഫ് 0 represent perfect equality and Gini'S coefficient of 1 അല്ലെങ്കിൽ 100% എന്ന് പറയാം expresses perfect inequality. Next, Gini'S coefficient for Pareto distribution ആണ് നമ്മൾ പറയുന്നത്. Gini'S coefficient for Pareto distribution can be calculated by the formula G equal to 1 minus 2 into sigma integral 0 to 1 L of f df, that is equal to 1 by 2 alpha minus 1. And a Lorenz curve is often used to characterize income and wealth distribution. For any distribution, Lorenz curve L of f is written in terms of PDF. ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഇത് തന്നെയായിരിക്കും ഫോർമുല. സിഗ്മ xn to x of f equal to x into f of x ds divided by integral xn to infinity f of x dx, that is equal to 0 to integral 0 to f x f dash df dash divided by integral 0 to 1 x f dash df dash, where x of f is the value of cumulative distribution function.
പാരേറ്റോ ഡിസ്ട്രിബ്യൂഷന് എക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് എക്സ് ബൈ 1 മൈനസ് എഫ് ഓൾ റേസ് ടു 1 ബൈ ആൽഫയാണ്. നമ്മൾ പാരേറ്റോ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചതാണ്. ആൻഡ് ദ ലോറൻസ് കർവ് ഈസ് കാൽക്കുലേറ്റഡ് ടു ബി എൽ ഓഫ് എഫ് ഈക്വൽ ടു 1 മൈനസ് എഫ് ഓൾ റേസ് ടു നെഗറ്റീവ് 1 ബൈ ആൽഫ, where alpha must be greater than or equal to unity ആയിരിക്കണം. So condition here. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ വരച്ചത്. So that's all. Thank you.